വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, എല്ലാ സൺഡേയ്സും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് റിവിഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് എക്സാം, അതായത് 3/2026 ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് ജർമ്മൻ മിഷനറി ഹെർമൻ ഗുണ്ടേർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? ഹെർമൻ ഗുണ്ടേർട്ടിൻ്റെ പുസ്തകം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. കേരള സമാചാരമാണ് വരാത്തത് അല്ലേ. രാജ്യസമാചാരം ആരെഴുതിയിട്ടുള്ളതാണ്? ഹെർമൻ ഗുണ്ടേർട്ടിൻ്റെയാണ് അല്ലേ. കേരള പഴമ, കേരളോൽപ്പത്തി, മലയാള ഭാഷാ വ്യാകരണം ആരുടേതാണ്? ഹെർമൻ ഗുണ്ടേർട്ടിൻ്റെതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ആരാണ്? ക്യാപ്റ്റൻ വില്യം കീലിംഗ്. ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കേഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? അതായത് കേഴ്സണിനെ വധിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് വധിച്ചത്? ഓപ്ഷൻ ബി ML ധിംഗ്രിയാണ്. ML ധിംഗ്രിയാണ് വധിച്ചത് കേട്ടോ. ആരാണ് കേഴ്സനെ വധിച്ചത്? ആരാണ്? ML ധിംഗ്രിയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കേഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? ML ധിംഗ്ര. 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത്. ആ സമയത്തെ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ജെയിംസ് രണ്ടാമൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത് അല്ലേ. അത് തയ്യാറാക്കിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി തോമസ് ജെഫേഴ്സൺ ആണ് തയ്യാറാക്കിയത്. 2024 ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? 2024 ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? ഓപ്ഷൻ ഡി സീൻ നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിൻ്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിൻ്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് റേഡിയോമെട്രിക് റെസല്യൂഷൻ. മധ്യ ഉയര മേഘങ്ങൾക്ക് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? മധ്യ ഉയര മേഘങ്ങൾക്ക് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? ഏതാണ്? ഓപ്ഷൻ സി ആൾട്രോസ്റ്റാറ്റസും ആൾട്രോക്യൂമുലസും. നെക്സ്റ്റ്. ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി മധ്യ ഹിമാലയങ്ങൾ. ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടതാണ്? മധ്യ ഹിമാലയങ്ങൾ. ഗണ്ഡക് നദീ പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ഗണ്ഡക് നദീ പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ഓപ്ഷൻ എ ബീഹാറും ഉത്തർപ്രദേശും. കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എ കണ്ണൂർ, കാസർഗോഡ്.
അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. നെക്സ്റ്റ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക എന്നാണ് അറിയപ്പെടുന്നത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി. ഇവയൊന്നല്ല അല്ലെ, ഇവയൊന്നല്ല. എന്താണ്? ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിലില്ല അല്ലെ. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെയാണ് മഹാലാനോബിസ് മോഡൽ അല്ലേ. നെക്സ്റ്റ്, ആർ ബി ഐ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ അല്ലേ, ഹിൽട്ടൺ യങ് കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ₹1 നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? ₹1 നോട്ടിൽ ഒപ്പുള്ളത് ആരുടേതാണ് ചോദിച്ചിരിക്കുന്നത്? ആരുടെയാണ്? ധനകാര്യ സെക്രട്ടറി. സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? ആരാണ് സർവോദയ പദ്ധതിയുടെ വക്താവ്? ജയപ്രകാശ് നാരായൺ ആണ് അല്ലേ. നമുക്ക് തന്നിരിക്കുന്നതിലുണ്ടോ? ഇല്ല. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. എന്ന് പറയുന്നത് ശരിയാണ്. മുമ്പ് ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നറിയപ്പെട്ടിരുന്നു എന്ന് പറയുന്നതും ശരിയാണ്. 1929 സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. മുമ്പ് ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നറിയപ്പെട്ടിരുന്നു. 1929 ഇത് സ്ഥാപിതമായത്. ഓപ്ഷൻ ഡി ആണ്. 3 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NBFC എന്നാൽ എന്താണ്? NBFC ഓപ്ഷൻ സി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. NBFC എന്ന് വെച്ചാൽ എന്താണ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ഏതാണ്? 42ാം ഭേദഗതിയാണ് അല്ലേ. 1976 42ാം ഭേദഗതിയാണ്. കാരണം കൂടുതൽ ഭേദഗതി നടന്നിട്ടുള്ളത് ഈ ഒരു വർഷമാണ്, ഈ ഒരു ഭേദഗതിയിലാണ്, 1976 അതിനാൽ തന്നെ ഇതിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് താമസിക്കുവാനും സ്ഥിര താമസമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നവയിൽ ഏതിലൂടെയാണ് നൽകുന്നത്? അതായത് നമുക്കറിയാം കുറേ മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലേ, മൗലിക അവകാശങ്ങളുണ്ട്, മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കുവാനും സ്ഥിര താമസമാക്കുവാനുള്ള സ്വാതന്ത്ര്യം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 19(1)(e). നെക്സ്റ്റ്, അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവശിഷ്ട അധികാരങ്ങൾ ആരുടെ കൈകളിലാണ്? ഓപ്ഷൻ എ കേന്ദ്ര സർക്കാർ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്നവ പ്രകാരം സ്ഥാപിച്ചു. ഫെഡറൽ കോടതി വരുന്നതിന് ആദ്യം മുമ്പ് ഏത് ആക്ട് പ്രകാരമാണ് വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെഡറൽ കോർട്ട് ഏതാണ്? ഓപ്ഷൻ ബി 1935 ഗവൺമെൻറ്റിലെ ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. നെക്സ്റ്റ്, 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക. നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ അത് ശുപാർശ ചെയ്തു. ശരിയാണോ? നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്. ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്തി രാജ് സംവിധാനം സൃഷ്ടിക്കുവാൻ ശുപാർശ ചെയ്തു അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത് ശരിയാണ്. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു എന്ന് പറയുന്നതും ശരിയാണ്.
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം ഉണ്ടായിരിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ശരിയാണ്. ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ല. ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ല എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ജ്ഞാനേഷ് കുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു. പ്രകൃതി നീതി. ഓപ്ഷൻ എ ആണ് വരുന്നത് 1ഉം 2ഉം. നിയമത്തിന് മുന്നിലുള്ള തുല്യത, ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിൻ്റെ അഭാവവും. ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. പ്രകൃതി നീതിയുടെ തത്വം എന്താണ്? നിയമത്തിന് മുന്നിലുള്ള തുല്യത, അതുപോലെ തന്നെ ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിൻ്റെ അഭാവവും ഉറപ്പാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഇനി പറയുന്നവയ്ക്കുള്ള ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നു. ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഇനി പറയുന്നവയ്ക്കുള്ള ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നു. എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക. എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക. അതുപോലെ സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുക. നെക്സ്റ്റ്. സംസ്ഥാനങ്ങളിൽ ലോകയുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ആരാണ്? സംസ്ഥാനങ്ങളിൽ ലോകയുക്തയ്ക്കുള്ള ആദ്യത്തെ ശുപാർശ നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ഭരണപരിഷ്കാര കമ്മീഷൻ 1966. ഭരണപരിഷ്കാര കമ്മീഷൻ 1966. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 മാത്രം. നെക്സ്റ്റ്. ഭരണത്തിൽ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICTകൾ നൽകുന്നു. 3 പ്രധാന മാറ്റ സാധ്യതകൾ. ഓപ്ഷൻ എ ആണ് 3ഉം. ഓട്ടോമേഷൻ, ഇൻഫോർമാറ്റൈസേഷൻ, പരിവർത്തനം. ഓപ്ഷൻ എ 1, 2, 3. നെക്സ്റ്റ്. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ ഇവ ഉൾപ്പെടുന്നു. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? പാർലമെൻ്ററി കമ്മിറ്റികൾ, ചോദ്യോത്തര സമയവും 0 മണിക്കൂറും, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം 4 മാത്രം. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ പാർലമെൻ്ററി കമ്മിറ്റികൾ വരുന്നു, ചോദ്യോത്തര സമയവും 0 മണിക്കൂറും, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ. NFHSനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസി ഏതാണ്? NFHSനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസി ഏതാണ്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ്. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം മാത്രം. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെ ഇനി പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചു. ആർട്ടിക്കിൾ 21A ചേർക്കൽ വരുന്നുണ്ടോ? ആർട്ടിക്കിൾ 21A ചേർക്കൽ. 21A എന്ന് പറയുന്നുണ്ട് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിയാണ്. ആർട്ടിക്കിൾ 45ലേക്കുള്ള ഭേദഗതി. ആർട്ടിക്കിൾ 45ലേക്കുള്ള ഭേദഗതി, അതും ആർട്ടിക്കിൾ 45 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ തെറ്റാണ്. ഇനി 86ാം ഭേദഗതി, 2002ലെ 86ാം ഭേദഗതിയിൽ പറയുന്നുണ്ട് അല്ലേ? അതും ശരിയാണ്. ഇപ്പോൾ ഏതാ വരുന്നത് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം മാത്രം. ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. ഏതൊക്കെയാണ് പരമ്പരാഗത വ്യവസായങ്ങൾ? കയർ, കശുവണ്ടിയും കൈത്തറിയും. ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം മാത്രം. പുതിയ കേരള മോഡൽ പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? പുതിയ കേരള മോഡൽ പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഓപ്ഷൻ ബി ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്കും മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്കും ശ്രദ്ധ മാറ്റൽ. ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്കും മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്കും ശ്രദ്ധ മാറ്റൽ. ഓപ്ഷൻ ബി.
നെക്സ്റ്റ് MGNREGA പാസ്സാക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത് എന്നാണ്? ഓപ്ഷൻ എ ആണ്. 2005 ഓഗസ്റ്റ് 23 പാസ്സാക്കി. രാഷ്ട്രപതിയുടെ അംഗീകാരം നേടിയത് 2005 സെപ്റ്റംബർ 5 ഓപ്ഷൻ എ. ഉച്ചഭാഷിണികളുടെ ഉപയോഗം സംബന്ധിച്ച 2000 ശബ്ദമലിനീകരണ നിയമങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? രാത്രി സമയങ്ങളിൽ ഉച്ചഭാഷണം ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനമുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ എന്ന് നിർവചിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ വർഷത്തിൽ പരമാവധി 15 ദിവസത്തേക്ക് ഉത്സവങ്ങൾ, സാംസ്കാരികമോ മതപരമോ ആയ കാര്യങ്ങൾക്ക് അർദ്ധരാത്രി വരെ ഉപയോഗം നീട്ടാൻ ഒരു സംസ്ഥാന സർക്കാരിനെ അനുവദിക്കാം എന്ന് പറയുന്നതും ശരിയാണ്. അർദ്ധരാത്രി വരെയുള്ള ഇളവ് നിയുക്ത നിശബ്ദ മേഖലകൾക്ക് ബാധകമല്ല എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? സി ആണ് വരുന്നത്. 1, 3, 4 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നതിനുള്ള നിയമങ്ങളും പ്രക്രിയയും സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നോർവീജിയൻ പാർലമെന്റ് 5 അംഗങ്ങളെ നിയമിക്കുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമ്മാനം തീരുമാനിക്കുന്നത്. അത് ശരിയാണ്. രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും സ്റ്റാൻഡിംഗ് ആർമികളുടെ എണ്ണവും കുറയ്ക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾക്കാണ് സമ്മാനം നൽകുന്നത് എന്ന് പറയുന്നതും ശരിയാണ്. ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ സമവായത്തിലൂടെ വിജയിയെ തിരഞ്ഞെടുക്കൂ. അതും ശരിയാണ്. ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. നോർവീജിയൻ പാർലമെന്റ് 5 അംഗങ്ങളെ നിയമിക്കുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമ്മാനം തീരുമാനിക്കുന്നത്. രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും സ്റ്റാൻഡിംഗ് ആർമികളുടെ എണ്ണവും കുറയ്ക്കുന്നതും മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾക്കാണ് സമ്മാനം നൽകുന്നത്. ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ സമവായത്തിലൂടെ വിജയിയെ തിരഞ്ഞെടുക്കും. താഴെ പറയുന്നവയിൽ കുട്ടികളിൽ 5ാം പനി മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ്? ഓപ്ഷൻ ബി ന്യൂമോണിയ. 5ാം പനി മൂലമുണ്ടാകുന്നതാണ് ന്യൂമോണിയ. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? ഓപ്ഷൻ ക്ഷയരോഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് വരാ? മാൻഡോക്സ് ആണ് വരാ അല്ലേ? സ്ഥിരീകരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികളുടെ എണ്ണം എത്രയാണ്? 126. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ എ ജീവകം ഡി. താഴെ പറയുന്നവയിൽ അർബുദരോഗ ലക്ഷണമല്ലാത്തത് ഏതാണ്? വേഗത്തിൽ ശരീരഭാരം കൂടുക എന്ന് പറയുന്ന അർബുദരോഗ ലക്ഷണമല്ല. നിരന്തരമായ ചുമ, സ്ഥലങ്ങളിലെ തടിപ്പുകൾ, മുഴകൾ, നിറം മാറുകയോ വലുതാവുകയോ ചെയ്യുന്ന മറുകുകളോ പുള്ളികളോ ഒക്കെ എന്താണ്? അർബുദരോഗ ലക്ഷണമാണ്. നെക്സ്റ്റ്. എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്? ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ആണ്. മാർച്ച് 4. SCERT എടുത്തിട്ടുള്ളതാണ്. SCERT കറക്റ്റ് പറയുന്നുണ്ട് ഡേറ്റ്. ജീവിതശൈലി രോഗത്തിൽ നമ്മൾ SCERT ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് SCERT നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ കാണാം കേട്ടോ. അപ്പം എന്താണ് 42 എന്താണ് വരുന്നത്? ലോക പൊണ്ണത്തടി ദിനം എന്നാണ്. മാർച്ച് 4 അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ടാൻസാനിയ. മാർബർഗ് വൈറസ് രോഗം അല്ലേ? മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടത് ടാൻസാനിയയിലാണ്. കേരളത്തിലെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി കാസർഗോഡാണ് അല്ലേ? സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. 30 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്മേൽ 60 കിലോഗ്രാം പിണ്ഡമുള്ള മറ്റൊരു വസ്തു പ്രയോഗിച്ച ആകർഷണ ബലം F ആണെങ്കിൽ 30 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 60 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എത്രയായിരിക്കും? ഓപ്ഷൻ ബി F തന്നെയായിരിക്കും അല്ലേ? F തന്നെയായിരിക്കും. നെക്സ്റ്റ്.
ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ വേഗതയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശബ്ദം വരണ്ട വായുവിൽ ഈർപ്പമുള്ള വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. വരണ്ട വായുവിലല്ല വരുന്നത് അല്ലേ, ഈർപ്പമുള്ള വായുവിലാണ് വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. നെക്സ്റ്റ്, ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിന്നും തൂക്കിയിട്ടിരിക്കുന്ന 10 ന്യൂട്ടൺ ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന അളവ് ഡാഷ് ആയിരിക്കും. എത്രയാണ് വരിക? ഓപ്ഷൻ സി 6 ന്യൂട്ടൺ ആയിരിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഏതുപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഏതുപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്? ഓപ്ഷൻ സി NVS-02. ഭൂമിയുടെ പുറംതോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം ഏതാണ്? ഭൂമിയുടെ പുറംതോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം ഏതാണ്? ഓപ്ഷൻ ഡി അലുമിനിയം. താഴെ പറയുന്നതിൽ ഏതാണ് ജെർമേനിയം? 76, അടിയിൽ 32. അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഐസോട്ടോൺ ഏതാണ്? ഐസോട്ടോൺ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമാകണം അല്ലേ. അപ്പോൾ ഏതാ വരാം? ഓപ്ഷൻ ഡി ആണ് Se7834. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ആൽക്കലോയിഡുകളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കലോയിഡുകളെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൽക്കലോയിഡുകളെ കുറിച്ചിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അതിന് കാരണം അത് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ആൽക്കലോയിഡ് കിനേൻ പ്രധാനമായും പ്രമേഹ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. അതുപോലെ തന്നെ തെറ്റ് വരുന്നത് സെർട്ടേണർ വേർതിരിച്ചെടുത്ത ആദ്യത്തെ ആൽക്കലോയിഡ് സ്ട്രൈക്നൻ ആയിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ശരിയായത് മാത്രം പഠിച്ചേക്കുക. ഹെംലോക്ക് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വിഷത്തിൽ കാണപ്പെടുന്ന വിഷ ആൽക്കലോയിഡ് ക്വനൈൻ ആണെന്ന് പറയുന്നത് ശരിയാണ്. മോർഫിൻ ഒരു ഫിനാൻത്രീൻ ആൽക്കലോയിഡ് ആണ് എന്ന് പറയുന്നതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണെന്നല്ല എന്തിനാണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ എന്ന ഘടന പ്രവചനം. നെക്സ്റ്റ്, കോട്ടയത്തു തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോട്ടയത്തു തമ്പുരാൻ. ഓപ്ഷൻ ഡി കഥകളി. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ ബി ജെമീമ റോഡ്രിഗസ്. ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. രാജരാജൻ്റെ മാറ്റൊലി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഓപ്ഷൻ സി 1, 2, 4. അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു, കോളേജ് അധ്യാപകനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. അതുപോലെ രാജരാജൻ്റെ മാറ്റൊലി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1969. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആരാണ് ഈ വരികളുടെ രചയിതാവ്? ഓപ്ഷൻ സി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം എപ്പോഴാണ്? ഓപ്ഷൻ ഡി നവംബർ 23, 2025. നവംബർ 23, 2025. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ എ 2025 നവംബർ 1. താഴെ പറയുന്നതിൽ ഏതാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് പ്രൈമറി മെമ്മറി ആവശ്യമായി വരുന്നതിനെ ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ബി പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ CPU-ന് ആവശ്യമായ വേഗത്തിലുള്ള ആക്സസ് ഇത് നൽകുന്നു. പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് പ്രൈമറി മെമ്മറി ആവശ്യമായി വരുന്നതിന് ഏറ്റവും നന്നായി എന്നാണ് പ്രൈമറി ആവശ്യമായിട്ട് വരുന്നത്. എന്തിനാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ എന്താണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് പ്രൈമറി ആവശ്യമായിട്ട് വരുന്ന എന്തിനാണ്? പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ CPU-വിന് ആവശ്യമായ വേഗത്തിലുള്ള ആക്സസ് ഇത് നൽകുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അവതരണ സോഫ്റ്റ്വെയറിന് ഏറ്റവും അനുയോജ്യമായ ജോലികൾ ഏതാണ്? ഒരു അവതരണ സോഫ്റ്റ്വെയറിന് ഏറ്റവും അനുയോജ്യമായ ജോലികൾ ഏതാണ്? ടെക്സ്റ്റ്, ഇമേജുകൾ, ആനിമേഷനുകൾ എന്നിവ അടങ്ങിയ സ്ലൈഡുകൾ തയ്യാറാക്കുന്നതിനാണ് ഒരു അവതരണ സോഫ്റ്റ്വെയറിന് ഏറ്റവും അനുയോജ്യമായ ജോലികൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ജോലികൾ? ടെക്സ്റ്റ്, ഇമേജുകൾ, ആനിമേഷനുകൾ എന്നിവ അടങ്ങിയ സ്ലൈഡുകൾ തയ്യാറാക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലൈബ്രറി സിസ്റ്റത്തിൽ ഒരു കമ്പ്യൂട്ടർ ഇനി പറയുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഉപയോക്താവിൽ നിന്ന് ഒരു ബുക്ക് ID സ്വീകരിക്കുന്നുണ്ട്, പുസ്തകം ലഭ്യമാണോ എന്ന് പരിശോധിക്കുന്നു, പ്രശ്ന വിശദാംശങ്ങൾ സംഭരിക്കുന്നു, ലഭ്യം അല്ലെങ്കിൽ ലഭ്യമല്ല എന്ന് പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ഇതിലേതായിരിക്കും? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇൻപുട്ട്, കൺട്രോൾ, സ്റ്റോർ, ഔട്ട്പുട്ട്. ഇൻപുട്ട്, കൺട്രോൾ, സ്റ്റോർ, ഔട്ട്പുട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവറേജ് ഏരിയയും സാധാരണ ഉപയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിനോ ക്യാമ്പസിനോ ഉള്ളിലായിരിക്കും. അതുപോലെ തന്നെ സാധാരണ ഉപയോഗം ഓഫീസ് ഇൻട്രാനെറ്റിനാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാൻ ആയിരിക്കും. ലാൻ ആയിരിക്കും, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ഇനി വൈ, നഗരം മുഴുവൻ പ്രദേശമാണ്, പൊതുഗതാഗതമാണ് നിരീക്ഷണം എന്ന് പറയുന്നത് എങ്കിൽ അതിൻ്റെ ഏതായിരിക്കും? വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാൻ ആയിരിക്കും അല്ലേ? മെട്രോപൊളിറ്റൻ ഏരിയയിൽ നെറ്റ്വർക്കായിരിക്കും, ഏരിയ നെറ്റ്വർക്കായിരിക്കും. ഇനി സെഡ് രാജ്യങ്ങളിലുടനീളമാണ് ആഗോള എൻ്റർപ്രൈസ് ആശയവിനിമയമാണ്. അതാണെങ്കിൽ എന്തായിരിക്കും? വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആയിരിക്കും അല്ലേ? വാൻ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ്, ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? പ്രസ്താവന 1, വ്യക്തികളെ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് സൈബർ ഭീഷണിയിൽ ഉൾപ്പെടുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്. പ്രസ്താവന 2, IT ആക്ട് 2000 ഇലക്ട്രോണിക് റെക്കോർഡുകൾക്കും ഡിജിറ്റൽ ഒപ്പുകൾക്കും നിയമപരമായ അംഗീകാരം നൽകുന്നു എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ഏതാ ഓപ്ഷൻ എ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 2ഉം മാത്രം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്യാബിനറ്റ് രേഖകളും ചർച്ചകളും വെളിപ്പെടുത്താനാകില്ല എന്ന പൊതുവ്യവസ്ഥയ്ക്ക് അപവാദം ഏതാണ്? ഓപ്ഷൻ ബി, മന്ത്രിസഭാ കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, നിർണായക അടിസ്ഥാനങ്ങൾ എന്നിവ തീരുമാനമെടുത്ത ശേഷം കാര്യങ്ങൾ പൂർത്തിയാക്കൽ. നമുക്കറിയാം വിവരാവകാശത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ക്യാബിനറ്റ് രേഖകളും ചർച്ചകളൊന്നും വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? പക്ഷേ തീരുമാനങ്ങൾ, അവസാനം അന്തിമ തീരുമാനം എന്താണെന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതിൻ്റെ അപവാദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ വിഭാഗം 75 പ്രകാരം തയ്യാറാക്കുന്ന മധ്യസ്ഥരുടെ പാനലിൻ്റെ പ്രമാണ സാധുത എത്ര കാലത്തേക്കാണ്? ഓപ്ഷൻ ബി ആണ് 5 വർഷത്തേക്ക്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ വിഭാഗം 75 പ്രകാരം തയ്യാറാക്കുന്ന മധ്യസ്ഥരുടെ പാനലിൻ്റെ പ്രമാണ സാധുത എത്ര കാലത്തേക്കാണ്? 5 വർഷം. ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സ്വയം തിരിച്ചറിയുന്ന ലിംഗവ്യക്തിത്വത്തിനുള്ള അവകാശം നൽകുന്ന നിയമപരമായ അടിസ്ഥാനം എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സ്വയം തിരിച്ചറിയുന്ന ലിംഗവ്യക്തിത്വത്തിനുള്ള അവകാശം നൽകുന്ന നിയമപരമായ അടിസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി, ഈ അവകാശം നൽകുന്ന നിയമത്തിൻ്റെ വ്യവസ്ഥകൾ. കുട്ടികളുടെ പരിരക്ഷയും ശുശ്രൂഷയും സംബന്ധിച്ച കുറ്റവാളികളുടെ നീതി നിയമം 2015 നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളിൽ ഏതാണ് ഉൾപ്പെടാത്തത്? കുട്ടികളുടെ പരിരക്ഷയും ശുശ്രൂഷയും സംബന്ധിച്ച കുറ്റവാളികളുടെ നീതി നിയമം 2015 നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ് സ്ഥാപനപരമായ പരിരക്ഷ ആദ്യപടിയായി സ്വീകരിക്കേണ്ടതെന്ന സിദ്ധാന്തം. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പ്രാദേശിക അതോറിറ്റിയിലോ കോർപ്പറേഷനിലോ നിയമിതനായ ഒരു വ്യക്തി സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അധികാരപരിധിയിൽ വരുന്നത് ഉറപ്പാക്കുന്ന വ്യവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ ആണ് വകുപ്പ് 14 ഉപവ്യവസ്ഥ 1 ഉപഖണ്ഡം. നെക്സ്റ്റ്, ഭാരതത്തിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷനാരാണ്? ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. നെക്സ്റ്റ് മാത്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ വായിക്കാം, ആൻസർ നോക്കുക, പോസ് ചെയ്തിട്ട് കേട്ടോ. 71ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്.
72ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 73ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 74ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 75ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 76 എ. 77 ഡി. 78 എ. 79 സി. 80 ഡി. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. ഇൻ ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓൾ ബട്ട് വൺ ആർ സിനോണിംസ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. പ്രോബിംഗ്, ഗ്രോപ്പിംഗ്, ഡ്രൈവിംഗ്, ഫംബ്ലിംഗ്. ഓപ്ഷൻ ഡി ഡ്രൈവിംഗ്. ചൂസ് ദ റൈറ്റ് correlative from the options given below and complete the following sentence. Gardening is a good hobby. Dash, it helps to relieve stress. Option B moreover. Replace the underlined word with one word in the following sentence. He or she spoke to me with an unsatisfied desire about our good old school days. Option A wistfully. Add the right question tag. Some of us were not ready to go to the concert. Option C were we. Complete the following sentence with the right phrasal verb. It is difficult to dash your good name once you have lost it. Option C get back. Change the following sentence from active to passive. Rash driving causes many accidents. Option A many accidents are caused by rash driving. Fill in the blanks with the correct tense form of the verb given in brackets. If you had gone to the fest, you dash to see the magic show. Option D would have been able. He was trying to convince her, but it was pointless. In the above sentence, the underlined words can be replaced by an idiomatic expression. Option C beating a dead horse. Change the following sentence into reported speech. Do you expect a large crowd for the meeting? The manager asked me. Next question എന്താണ്? റിപ്പോർട്ടഡ് സ്പീച്ച് ആണല്ലേ. Do you expect a large crowd for the meeting? The manager asked me. Option C. The manager asked me if I expected a large crowd for the meeting. Fill up suitably. The place is infested dash rats. Option B with. നെക്സ്റ്റ് മലയാളമാണ്. ശീഘരം എന്ന വാക്കിൻ്റെ സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ജലഗണം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഭീഷ്മർ. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏതാണ്? ഓപ്ഷൻ ബി അനാച്ഛാദനം. കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? ഓപ്ഷൻ സി പുള്ളിയൻ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി അവസാനിപ്പിക്കുക. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ സി എന്താണ്? പരാശ്രയം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആഗ്നേയെ സംബന്ധിച്ച്. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി വിൺ പ്ലസ് തലം. ശയനം, ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? ഓപ്ഷൻ ബി പരുന്ത്. മകളുടെ മകൻ ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ദൗഹിത്രൻ. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ്. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യട്ടോ.